ഹായ്, അങ്ങനെ നമ്മൾ അടുത്തൊരു സിനിമ കണ്ടിരിക്കുന്നത്. സിനിമയുടെ പേര് സുഖമാണോ സുഖമാണ്. 2026 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇതില് മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മാത്യു ആണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ ഉണ്ട്, ദേവിക സഞ്ജയ് ഉണ്ട്, അതേപോലെ സ്ഫടികൻ ജോർജ്, നോബി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷെ ഇന്ന ആൾക്ക് ഒരു മെയിൻ ക്യാരക്ടർ കൊടുത്ത് എന്നുള്ള രീതിയിൽ മാത്യു ആണ്. അതേപോലെ ജഗദീഷ് ചേട്ടനും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഒരു സിനിമ കാണുമ്പോൾ ബോറടിക്കുന്ന സീനുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ സീനൊന്നും ഈ സിനിമയിൽ എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഈ സിനിമയിൽ വന്നിട്ടുള്ള കോമഡീസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിറ്റുവേഷൻ, അതായത് ആ സിനിമയ്ക്ക് വേണ്ട സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡിയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ വഴി പോയിട്ടുള്ള ഒരു മാതിരി ചളി സാധനങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഞാൻ നോബി ചേട്ടനുള്ള കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അതൊന്നുമില്ല. അതേപോലെ സ്പൈഡിക് ജോർജ് ഒക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജഗദീഷ് ചേട്ടനെ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്യു ആണെങ്കിലും അതേപോലെ ദേവിക ആണെങ്കിലും എല്ലാവരും എടുത്തു പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഞാൻ വിചാരിച്ചു ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ പടം കുറച്ച് ബോറടിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഞാനത് സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സിനിമ ഫസ്റ്റ് മുതൽ എൻഡ് വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സീനുകളിലൊക്കെ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു കോമഡി, പിന്നെ അതേപോലെ തന്നെ ഇമോഷൻസ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് നമ്മൾ ഉള്ളിലോട്ട് കയറാവുന്ന രീതിയിലുള്ള ഇമോഷൻസിന്റെ ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത പാട്ടുകളും ഉണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നല്ല ഒരു വളരെ ചെറിയ നല്ല ഒരു സിനിമ എന്ന് പറയേണ്ടി വരും. സുഖമാണ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും പറഞ്ഞു. എനിക്ക് ഇമോഷൻസ് ചെയ്യുന്ന എനിക്ക് സിനിമയിൽ ഇമോഷൻസ് ചെയ്യുന്ന ആൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് എനിക്ക് ഈ സിനിമയിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫീൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടി. ജഗദീഷ് ചേട്ടനാണെങ്കിലും മാത്യു ആണെങ്കിലും അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരാണെങ്കിലും നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ് ഈ ഒരു സിനിമ. സുഖമാണ് എന്ന് പറയുന്ന സിനിമ ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ OTT വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ. നിങ്ങൾ എന്തായാലും കാണണം. കണ്ടോടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.